ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഈസ്റ്റർ വ്ളോഗാട്ടോ. അപ്പം ഇതായിരുന്നു എൻ്റെ ഈസ്റ്റർ കോസ്റ്റ്യൂം. എങ്ങനെയുണ്ട്? നന്നായിട്ടില്ല? എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിതിട്ടിട്ട് ഈസ്റ്ററിന് മേടിച്ച ഡ്രസ്സല്ല കേട്ടോ ഇത്. ഞങ്ങൾ ന്യൂ ഇയറിന് മേടിച്ചതാണ്. അധികം പഴക്കമില്ല, ഞാൻ ഒരു വട്ടം ഇട്ടിട്ടുള്ളൂ. അപ്പം അതിട്ടുകൊണ്ടാണ് ഇന്ന് പള്ളിയിൽ പോയത്. പള്ളിയിൽ പോയി എന്തായാലും അകത്തിരിക്കാൻ പറ്റത്തില്ല, കാരണം ഇവന്മാർ രണ്ടുപേരും നല്ല ഓട്ടമാണ് പുറത്തൂടെ. ലീക്കുട്ടൻ ബൈനോക്കുലറൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അതൊക്കെ കണ്ട് അവൻ ഭയങ്കര കളിയായിരുന്നു. സാധാരണ ബാംഗ്ലൂർ പള്ളിയിൽ പോകുമ്പോൾ അവിടെ മുറ്റത്ത് ഇത്രയും ഓടിക്കളിക്കാനുള്ളൊരു സ്പേസ് ഇല്ല. അപ്പോൾ അവൻ ഇവിടെ നല്ല സ്പേസൊക്കെ ഉണ്ട്. അപ്പോൾ അവന് അതിലൂടെ നന്നായിട്ട് എൻജോയ് ചെയ്ത് കളിച്ച്. ഞങ്ങൾക്ക് ഈസ്റ്റർ എഗ്ഗൊക്കെ കിട്ടി. അപ്പോൾ അപ്പയും അമ്മയും ഹോസ്റ്റലിലാട്ടോ. ഹോസ്റ്റലെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ഹോസ്റ്റലുണ്ട്. അപ്പോൾ അപ്പയും അമ്മ അവിടെയാണ്, തൊടുപുഴ. ഇത് പന്നിമറ്റത്താട്ടോ. അപ്പം കുട്ടികളെല്ലാം ഈസ്റ്റർ എഗ്ഗൊക്കെ കഴിച്ച് അങ്ങനെ നല്ല എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പിന്നെ പള്ളി കഴിഞ്ഞ് നേരെ ഹോസ്റ്റലിലേക്ക് പോയിരുന്നു. അപ്പോൾ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള അപ്പം ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു. ഈ ചിക്കൻ അമ്മ ക്രിസ്മസിനും ഈസ്റ്ററിനും മാത്രം ഉണ്ടാക്കുന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. വർഷത്തിലാകെ 2 വട്ടം ഈ ഒരു ചിക്കനുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫ്രൈ ചെയ്തിട്ട് എന്തോ കാണിച്ച അമ്മ ഉണ്ടാക്കുന്നതാണ്. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നന്നായിട്ട് കഴിച്ചു. പിന്നെ കട്ട്ലേറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അത് നന്നായിട്ട് കഴിച്ചു. നല്ല കള്ളപ്പം, അതാണല്ലോ ഈസ്റ്ററിന് സ്പെഷ്യലായിട്ടുള്ളത്. എനിക്ക് ബീഫിനോട് വലിയ താല്പര്യമില്ല, എന്നാലും അമ്മ ബീഫ് ഉണ്ടാക്കിയതല്ലേ എന്നോർത്ത് ബീഫ് ഞാൻ ടേസ്റ്റിന് വേണ്ടി കഴിച്ചു. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടം ചിക്കനാണ് കേട്ടോ. അപ്പം അതൊക്കെ കഴിച്ച് പിന്നെ റെസ്റ്റ് എടുത്ത് പിന്നെ ഞങ്ങളപ്പോഴത്തേക്കും ഒരു സമയം ഒരു 11 മണിയൊക്കെ ആയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്കത്തേക്ക് ഫുഡൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും പന്നിമറ്റത്തേക്ക് പോയി. ലീക്കുട്ടൻ്റെ പുതിയ ടോയാണ്. അപ്പോൾ അവൻ അത് തന്നെ ആയിട്ട് കളിച്ച് അതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി ഉച്ചയ്ക്കത്തെ ഫുഡ് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പം ബിരിയാണിയൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ പന്നിമറ്റത്തേക്ക് പോയി. അവിടെ ചെന്നിട്ട് ഇനി റെസ്റ്റ് എടുത്തിട്ട് കഴിക്കാമെന്ന് ഓർത്തു. പിന്നെ രാവിലെ കഴിച്ച് തന്നെ ഹെവി ആയിട്ട് എനിക്ക് ചൂടുകൊണ്ടാണെന്ന് തോന്നുന്നു, അങ്ങനെ വലിയ വിശപ്പില്ല, ഭയങ്കര ദാഹമാണ്. അപ്പോൾ ഒരു ജ്യൂസൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ബിരിയാണി കഴിച്ചു. ഇത് അമ്മയുടെ സ്പെഷ്യൽ ബിരിയാണി. ബാംഗ്ലൂരൊക്കെ എല്ലാം ഒരുമിച്ചിട്ട് വേവിച്ചുള്ള ബിരിയാണി കേട്ടോ. നമ്മുടെ നാട്ടിലിത് സെപ്പറേറ്റ് ആയിട്ടാണ്. നല്ല ബിരിയാണി, അമ്മയുടെ സ്പെഷ്യൽ ചിക്കനും പിന്നെ സാലഡും പപ്പടം ഉണ്ടായിരുന്നു, ഞാനത് എടുത്തില്ല. പിന്നെ അതൊക്കെ കൂട്ടി ഞാൻ നന്നായിട്ട് കഴിച്ചു. കാരണം ഇനി രാത്രിയിലേക്കൊന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ വയറ് നിറച്ച് കഴിച്ചു. പിന്നെ അങ്ങ് വിശക്കുന്നില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര ചൂടായതുകൊണ്ട് ഭയങ്കര ദാഹമാണ്, അങ്ങനെ വലിയ വിശപ്പില്ല. പിന്നെ അത് നന്നായിട്ട് കഴിച്ചു. ഈസ്റ്ററിന് ഇത് അമ്മ ഈസ്റ്ററിന് മാത്രം ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഒരു ഫുഡാണ്. അപ്പം ആ ഒരു സ്പെഷ്യാലിറ്റി എന്തായാലും ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ നന്നായിട്ട് കഴിച്ചു. പിള്ളേരും ബിരിയാണി തന്നെയായിരുന്നു കഴിച്ചത്. ലീക്കുട്ടനും ജൂവലും എല്ലാവരും ബിരിയാണിയാണ് കഴിച്ചത്. അത്ര സ്പൈസി അല്ലാത്തത് കൊണ്ട് തന്നെ പിള്ളേർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് തന്നെയാണ് കഴിച്ചത്. ലീക്കുട്ടന് ഞാനത് ഒന്നുകൂടെ ഒരു വിസിലടുപ്പിച്ചു. അപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് വെന്തു. അപ്പോൾ അവന് ഇച്ചിരി കൂടെ ഒന്ന് വേകുമ്പം ഞാനങ്ങ് വാരി കൊടുത്ത് അവനത് പെട്ടെന്ന് അങ്ങ് കഴിച്ചോളും. പിന്നെ രാത്രിയിലത്തേക്കും പിള്ളേർക്ക് ഈ ബിരിയാണി തന്നെയാണ് കൊടുത്തത്. അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വെജിറ്റബിൾസൊക്കെ ഇട്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ചങ്ങ് മന്ദിച്ചെന്ന് തന്നെ പറയാമല്ലോ. പിന്നെ ഒന്ന് കിടന്നങ്ങ് ഉറങ്ങി. അപ്പോഴത്തേക്ക് ഞങ്ങൾ കഴിച്ചത് തന്നെ ഒരു 2:30 ആയി. പിന്നെ പിള്ളേരും കഴിച്ച് കുളിച്ചിട്ട് അവരും കിടന്നുറങ്ങി. പിന്നെ ഞങ്ങളൊരു 4 മണി തൊട്ടൊരു 7 മണി വരെ നന്നായിട്ട് കിടന്നങ്ങ് ഉറങ്ങി. അപ്പം ഉറങ്ങി ഏറ്റപ്പോഴത്തേക്കും നല്ലൊരു റീഫ്രഷായി. ചൂടായതുകൊണ്ട് ഭയങ്കര ചൂടാണ് നാട്ടിൽ. ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു ലേസി മൂഡാണ്. പിന്നെ ഈ ബിരിയാണി ചിക്കനോടെ കഴിച്ചപ്പോൾ പിന്നെ പറയണ്ടല്ലോ. പിന്നെ ഒരു സ്പെഷ്യലായിട്ടൊരു കോഫിയൊക്കെ ഉണ്ടാക്കി. ഇത് നല്ല ഏലക്ക ബ്രൂ കോഫി പൗഡർ പിന്നെ ബൂസ്റ്റൊക്കെ ഇട്ടുണ്ടാക്കിയൊരു കോഫി കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ സമയം 6:45 ഒരു 6:50 ആയിട്ടോ. അപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം പുറത്ത് എങ്ങനെയാണ്. ഒരു നല്ല വെളിച്ചമുണ്ട്. കണ്ടാൽ ഒരു 4 മണി 5 മണി സമയമെന്ന് തോന്നുന്നുള്ളൂ, പക്ഷേ ഒരു 7 മണി സമയമായിട്ടോ. ഞാൻ ആ വീഡിയോ എടുത്തപ്പോൾ അതിൻ്റെ വോയിസ് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടാണ്. ഇങ്ങനെ ബേർഡ്സിൻ്റെ ഒക്കെ സൗണ്ട് വരുന്നുണ്ട്. നല്ല ഒരു ഇരുട്ടാറായി, പക്ഷേ നല്ല വെളിച്ചവും ഉണ്ട്. പിന്നെ അതൊക്കെ കണ്ട് ഞാൻ കോഫിയൊക്കെ കുടിച്ച് അപ്പോഴത്തേക്കും പിന്നെ ഒരു പാർലേജിയുടെ ബിസ്ക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അതാണ് ഇനി അതോടെ പിന്നെ ഇനിയൊന്നും കഴിക്കുന്നില്ല. പിന്നെ ബിസ്ക്കറ്റൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അകത്തേക്ക് പോയി കുറച്ച് നേരം പുറത്തിരുന്ന്, നല്ല മോസ്കിറ്റോ ഉണ്ടായിരുന്നു. പിന്നെ അകത്തേക്ക് പോയി പാർലേജിയുടെ ബിസ്ക്കറ്റൊക്കെ മുക്കി കഴിച്ചു. എനിക്കിങ്ങനെ 2 ബിസ്ക്കറ്റ് മുക്കി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ അങ്ങനെ ഇഷ്ടമാണോ എനിക്കറിയില്ല, പക്ഷേ എനിക്കങ്ങനെ 2-3 ബിസ്ക്കറ്റ് ഇങ്ങനെ ഒരുമിച്ച് മുക്കി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്.
ഇഷ്ടമാണ്. പിന്നെ ബിസ്ക്കറ്റും ചായയും കുടിച്ച് അപ്പോഴത്തേക്കും ഒരു 7:30 ആയിട്ടോ. അതോടെ പിന്നെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രാത്രിയിലൊരു ഫിലിമൊക്കെ കണ്ട് കിടന്നുറങ്ങി. അങ്ങനെ ഒരു നല്ലൊരു ഈസ്റ്റർ ആയിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു ഫാമിലിയുടെ കൂടെ. ഹസ്ബൻഡിനെ നന്നായിട്ട് മിസ് ചെയ്തു. നാളെ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ വരും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. എല്ലാവരും ഈസ്റ്റർ ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. ഹാപ്പി ഈസ്റ്റർ.